നെമ്മാറ പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് കുറ്റക്കാരനെന്ന് വിധിച്ചത്. ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. 2019 ഓഗസ്റ്റ് 31 നെമ്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ അയൽവാസിയായ ചെന്താമര കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. വിധി കേൾക്കാൻ സജിതയുടെ മക്കൾ കോടതിയിലെത്തിയിരുന്നു. ചെന്താമരയുടെ ഭാര്യയും മക്കളും ഇയാളുമായി അകന്നുകഴിയുന്നതിന്റെ വൈരാഗ്യമാണ് സജിതയെ കൊലപ്പെടുത്താൻ കാരണമായത്. കേസിൽ ജാമ്യത്തിലിറങ്ങി 6 വർഷങ്ങൾക്ക് ശേഷം സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും പ്രതി കൊലപ്പെടുത്തിയിരുന്നു. നെമ്മാറ പഞ്ചായത്തിൽ കടക്കരുതെന്ന ജാമ്യത്തിലെ നിബന്ധന ലംഘിച്ചായിരുന്നു പ്രതി ഇരട്ട കൊലപാതകം നടത്തിയത്. കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. 6 വർഷങ്ങൾക്ക് ശേഷമാണ് സജിത കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത്. പ്രതി മറ്റു 2 കൊലപാതകങ്ങളും നടത്തിയ നിലയ്ക്ക് വിധി എന്താവുമെന്ന് വ്യക്തമല്ല. വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കേസിലെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പോലീസ് പരിഗണിച്ചു. സജിതയുടെ വീട്ടിൽ നിന്നും രക്തം പുരണ്ട ചെന്താമരയുടെ 11 കാൽപ്പാടുകളും കീറിയ ഷർട്ടിന്റെ പോക്കറ്റും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വീടിന്റെ സമീപത്തുള്ള പുഷ്പയുടെ മൊഴിയും കേസിൽ നിർണായകമായി. കഴിഞ്ഞ ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. നെമ്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ ചെന്താമരാക്ഷൻ എന്ന ചെന്താമര കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. മന്ത്രവാദം തുടങ്ങിയവയിലും ജ്യോത്സ്യത്തിനും അടിമയായിരുന്ന ചെന്താമര 3 പേരുടെ കൊലപാതകത്തിന് ശേഷവും യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതികരിച്ചിരുന്നത്. തന്റെ കുടുംബം തകർത്തതിനു പിന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു അത്രേ. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരിയാണെന്ന് സംശയിച്ചാണ് സജിതയെ കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യയടക്കം 50 സാക്ഷികളുടെ മൊഴിയാണ് കോടതി രേഖപ്പെടുത്തിയത്. സജിത വീട്ടിലുള്ള സമയം നോക്കിയായിരുന്നു ക്രൂരമായ കൊലപാതകം. മക്കൾ സ്കൂളിലും ലോറി ഡ്രൈവറായ ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിലുമായിരുന്നു സംഭവ സമയം. സജിത അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കെ കൊടുവാളുമായി എത്തി തുടരെ വെട്ടിവീഴ്ത്തി. മരിച്ചുവെന്നുറപ്പാക്കിയ ശേഷം കൊടുവാൾ വീട്ടിലുപേക്ഷിച്ച് നെല്ലിയാമ്പതി മലയിൽ ഒളിവിൽ പോയി. വിശന്നു വലഞ്ഞതോടെ 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തനിക്ക് സംഭവത്തിൽ പശ്ചാത്താപമില്ലെന്നും പറഞ്ഞത് ചെയ്യുന്ന ആളാണ് താനെന്നും താനൊരു ഈഴവനാണെന്നുമാണ് 1 മാസം മുമ്പ് വിചാരണയ്ക്കിടെ ചെന്താമര മാധ്യമങ്ങളോട് പറഞ്ഞത്. പരമാവധി ശിക്ഷ ചെന്താമരയ്ക്ക് നൽകണമെന്നാണ് സജിതയുടെയും സുധാകരന്റെയും മക്കൾ പറയുന്നത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഞങ്ങളെയും കൊല്ലുമെന്ന് മക്കളായ അതുല്യയും അഖിലയും പറഞ്ഞിരുന്നു. ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലം തങ്ങൾക്ക് പേടിയാണ്. അയാളെ പെട്ടെന്ന് തന്നെ കൊല്ലണം. അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം ഞങ്ങൾക്കേ അറിയൂ. കുട്ടികൾ പറഞ്ഞു. ചെന്താമര സജിതയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട അയൽവാസിയായ പുഷ്പ തമിഴ്നാട്ടിലേക്ക് നാടുവിട്ടിരുന്നു. പുഷ്പ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിന്റെ വൈരാഗ്യത്തിൽ പുഷ്പയെയും കൊല്ലുമെന്ന ചെന്താമര പലവട്ടം ഭീഷണി മുഴക്കിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.